ഒറ്റയ്ക്കാണെന്ന് കരുതുന്നവർ ഒരുപാട് പേർ നമുക്കൊപ്പമുണ്ട് എന്ന് തിരിച്ചറിയുന്ന സന്തോഷത്തിൻ്റെ നിമിഷം. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കൈപിടിച്ചു കൊടുക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എത്തുന്നു. അങ്ങനെ ആ മനോഹരമായ കല്യാണ വിശേഷത്തോടെ തുടങ്ങാം. നന്ദുജിക്കും സജിത്തിനും ഇത് പുതുജീവിതമാണ്. കൊല്ലം ടൗൺ ഹാൾ സ്നേഹത്തിന്റെ കലവറയായി മാറിയ കല്യാണം. അച്ഛന്റെ മരണത്തോടെ നന്ദുജിയും അനുജത്തിയും ഒറ്റപ്പെട്ടു. കഴിഞ്ഞ 5 വർഷമായി കൊല്ലം മഹിളാ മന്ദിരത്തിലായിരുന്നു ഇരുവരുടെയും താമസം. ഇന്നു മുതൽ സജിത്തിന് സ്നേഹത്തണലായി എന്നും അവളുണ്ട്. ആരോരും ആശ്രയമില്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നത് സജിത്തിന്റെ ആഗ്രഹമായിരുന്നു. കൊല്ലം മഹിളാ മന്ദിരത്തിൽ വെച്ച് നന്ദുജിയെ കണ്ടുമുട്ടി. അവളാണ് തന്റെ ഭാവി പാതിയെന്ന് സജിത്ത് മനസ്സിൽ ഉറപ്പിച്ചു. ഇരുവരും അങ്ങനെ വിവാഹവേദിയിലേക്ക്. വളരെ ആഘോഷമായിട്ടുള്ളൊരു ഒരു കല്യാണം. സന്തോഷം, വളരെ സന്തോഷം. പിതാവിന്റെ ഉത്തരവാദിത്തങ്ങളുമായി കൊല്ലം MLA മുകേഷുമുണ്ട്. പെൺകുട്ടിയെ കൈപിടിച്ചു കൊടുത്തതും മറ്റു ചടങ്ങുകൾക്കുമെല്ലാം മുകേഷ് മുന്നിൽ നിന്നു. ടൗൺ ഹാളിൽ നമ്മൾ എത്രയോ കല്യാണങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കല്യാണങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം നിറയുന്നതും സന്തോഷം വരുന്നതും. കാര്യം ആ കുട്ടി അവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മുഹൂർത്തം പെട്ടെന്ന് ഇങ്ങനെ വരുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നതല്ല, വന്നു ചേരുന്നതാണ്. ഇത്തരത്തിൽ പല കല്യാണങ്ങളും അതിനുശേഷവും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. മഹിളാ മന്ദിരത്തിലെ ജീവനക്കാർ വിവാഹ വസ്ത്രം അടക്കമുള്ള സമ്മാനങ്ങളും നന്ദുജിക്ക് നൽകി. സ്വന്തം മകളെപ്പോലെ അവളെ യാത്രയാക്കി. വിഭവസമർത്ഥമായ സദ്യയും വിവാഹത്തിനായി ഒരുക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഇരുവർക്കും എല്ലാ മംഗളങ്ങളും നന്മകളും നേരുകയാണ്. ആദ്യം തന്നെ ഇനി കണ്ണൻ പറയും. കണ്ണ, ഇപ്പോൾ എനിക്കോട് മുകേഷിൻ്റെ വാക്കുകളിൽ ഉണ്ട് അല്ലേ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആരുടെയും ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വികാരം. ഇത്തരം കല്യാണങ്ങൾക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു സ്നേഹവും ഒരു മനസ്സ് നിറയുന്ന അനുഭവം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ കൂടി എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു നല്ല ജീവിതയാത്രയുടെ തുടക്കവുമാകട്ടെ അല്ലേ. ചില ദിവസങ്ങൾ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം മുഴുവൻ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായി മാറാറുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് എനിക്കും ക്യാമറമാൻ ഷാനവാസിനും ഉണ്ടായത്. കാര്യം ടൗൺ ഹാളിൽ പല തരത്തിലുള്ള വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഒരു നന്ദുജിയുടെയും സജിത്തിൻ്റെയും വിവാഹമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കല്യാണത്തിന് നേതൃത്വം നൽകിയത് സ്ഥലം MLA നടനും കൂടിയായിട്ടുള്ള M മുകേഷായിരുന്നു. അതിൽ പെൺകുട്ടിയെ കൈപിടിച്ചു കൊടുത്തത് അവിടുത്തെ കൊല്ലത്തെ മേയറായിട്ടുള്ള ഹണി ബെഞ്ചമിൻ, അതുപോലെ തന്നെ അവിടുത്തെ ഒട്ടേറെ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 വർഷം മുമ്പാണ് നന്ദുജിക്ക് അച്ഛനെ നഷ്ടമായത്. അമ്മയ്ക്ക് അനാരോഗ്യമുണ്ട്. നന്ദുജിയും ഒരു അനിയത്തിയുമുണ്ട്. അവർ രണ്ടുപേരും അനാഥരാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ കാര്യങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുകയും മഹിളാ മന്ദിരത്തിലേക്ക് നന്ദുജിയെ മാറ്റുകയുമാണ് ഉണ്ടായത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞു. നന്ദുജിയുടെ വിവാഹത്തിൻ്റെ ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. ആ സമയത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയൊക്കെ ചെയ്ത് അവിടെ താമസിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് സജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, മെക്കാനിക്കാണ്, സ്വന്തമായ വർക്ക്ഷോപ്പൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ സജിത്തും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. ഒരു പാവപ്പെട്ട കുട്ടിയെ, ഒരു ആശ്രയമില്ലാത്ത ഒരു കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് സജിത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ പല തരത്തിലുള്ള ആലോചനകൾ വരികയും അവസാനം നമ്മുടെ കൊല്ലം മഹിളാമന്ദിരത്തിലേക്ക് എത്തുകയും അങ്ങനെ നന്ദുജിയെ കാണുകയും നന്ദുജിയെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ വിവാഹത്തിലേക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിനു മുമ്പ് തന്നെ സജിത്ത് ഏതെങ്കിലും ഒരു ദുശീലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ തന്നെ ഉള്ള ആളാണോ എന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള മഹിളാമന്ദിരത്തിലെ ആൾക്കാരൊക്കെ തന്നെ വിശദമായി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഈ സജിത്ത് നന്ദുജയ്ക്ക് ഭർത്താവായി എത്തുകയാണ്. വലിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. ഒട്ടേറെ ആൾക്കാർ അവിടേക്ക് എത്തിയിരുന്നു. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ M മുകേഷിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു അച്ഛൻ എങ്ങനെയാണോ മകളെ കൈപിടിച്ച് കൊടുക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ ഒരു കാരണവരെ പോലെ തന്നെ സാധാരണ
ഞാൻ കണ്ടിട്ടുണ്ട് പല സമയങ്ങളിലും ഈ ടൗൺ ഹാളിലൊക്കെ നടക്കുന്ന വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി വിവാഹമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മുകേഷ് MLA പോലുള്ള ആൾക്കാർ, വളരെ തിരക്കുള്ള ആൾക്കാരാണ്, നടൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ വളരെ വൈകിയായിരിക്കും എത്താറുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയായിരുന്നില്ല. ഇന്ന് നേരത്തെ കാലേ കൂട്ടി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് സ്വന്തം മകളുടെ ഒരു വിവാഹമാണ്, അതിന് വരുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ചിന്താഗതിയോടുകൂടി അദ്ദേഹത്തിന് എത്തി എന്നുള്ളതാണ്. മേയറും നേരത്തെ തന്നെ വന്ന് കാര്യങ്ങളെല്ലാം തന്നെ അവരൊക്കെ നന്ദുജയുടെ ജീവിതത്തെ കൂടുതൽ അറിയുന്നുണ്ട്. അപ്പോൾ അതിന് അത്രയേറെ പ്രാധാന്യം നൽകുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ആ ഒരു സന്തോഷം നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ മംഗളാശംസകൾ നേരുകയാണ്.